ഹലോ ഗൈസ്, ഇന്നലെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കിയിട്ടത് അന്നൂനെ അങ്ങനെയോടെ കൊണ്ടാക്കിയിട്ട് പിന്നെ അല്ലറച്ചിലുള്ള പണിയൊക്കെ കഴിഞ്ഞ ശേഷം 12 മണിയാകുമ്പോൾ ഞാൻ കുഞ്ഞാക്ക് ഭക്ഷണം കൊടുക്കട്ടോ. അത് കഴിഞ്ഞിട്ട് ഉറക്കാൻ കൊണ്ടുവരേ. ഇവനെ ഉറക്കാനുള്ളത് ചില്ലറ പണിയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇവൻ പെട്ടെന്ന് ഉറങ്ങും, ചില സമയങ്ങളിൽ ഒരു 1.5 മണിക്കൂർ അവനോട് ഉറക്കടക്ക്. അങ്ങനെ ഒരു നീണ്ട ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ കഠിന പ്രയത്നം കാണും. നമ്മളറിയാൻ നന്നായിട്ട് ഉറങ്ങുകയാണ്. ഇനിയൊരു 3 മണി ഒക്കെ ആകുമ്പോൾ നോക്കിയാൽ മതി. കാരണം ഇന്ന് രാവിലെ ഉറങ്ങില്ല. രാവിലെ സാധാരണ 11 മണിയാകുമ്പോൾ ഉറങ്ങണതാണ്, 1 മണിക്ക് നീക്കനാണ്. പക്ഷെ ഇന്ന് ആ ഉറക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉറങ്ങി. അപ്പം ഭക്ഷണം കഴിക്കാണ്ട് അതിനുള്ളൂ. പിന്നെ എന്താ, അന്നൊന്ന് അമൃതപ്പൊടിയിട്ട് ലഡു അംഗനവാടി പോയപ്പോൾ അമൃതപ്പൊടിയിട്ട് ലഡു ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം എന്നുണ്ട്. അത് തന്നെ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് കിടക്കണം സമയം ഉണ്ടെങ്കിൽ. ഇപ്പം നീച്ചില്ലെങ്കിൽ 3:30 ആകുമ്പോൾ അന്നനെ വിളിക്കാൻ പോകണം. അപ്പം ഭക്ഷണം കഴിക്കട്ടോ. ആദ്യം പോയി ഭക്ഷണം കഴിക്കാം. സാപ്പാട് ഇതാ മുഖ്യം. ബാ. ഇന്നത്തെ ലഞ്ചിന് ഈ ഒരു കറി ചിക്കൻ ഗ്രേവിയും വെണ്ടയ്ക്കുപ്പേരിയാണ് കേട്ടോ. ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ ശേഷം അന്നുമൊക്കെ അംഗനവാടിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ കൊടുക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ഇന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അമൃതപ്പൊടിയുള്ള ലഡു മതിയെന്ന്. അപ്പോൾ കുഞ്ഞാ നീക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പോകണം. അത് പറയാൻ ചിലപ്പോൾ പെട്ടെന്ന് നീച്ചാൽ വെച്ചിട്ട് ഞാൻ വേഗം ഉണ്ടാക്കി വയ്ക്കട്ടോ ലഡു. അന്നമോക്കുള്ള ലഡു ഉണ്ടാക്കുന്ന ശേഷം ഞാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിട്ടോ. രാത്രിക്ക് എല്ലാ പാത്രങ്ങളും ഒഴിച്ച് കഴുകുകയാണെങ്കിൽ രാത്രി പാത്രം കഴുകാൻ കുറവായിരിക്കും. അപ്പോൾ എന്നൊക്കെ ഒഴിച്ച് കഴുകുകയാണേ. അടുക്കള സെറ്റായതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് പണി അകം ഒന്ന് വൃത്തിയാക്കില്ല കേട്ടോ. കുഞ്ഞാവന്ന് രാവിലെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ച് വരലും തുടക്കലും കഴിഞ്ഞില്ല. അപ്പോൾ അവൻ നീക്കുമ്പോഴേക്കൊക്കെ സെറ്റാക്കാൻ നിൽക്കുകയാണ്. ഞാൻ വേഗം അടിച്ചിട്ട് തുടക്കുകയാണേ. അങ്ങനെ എല്ലാ പണി ഇങ്ങനെ റിലാക്സ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി ലഡുവിന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ മധുരമൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ എൻ്റെ വൈകുന്നേരപ്പണി എല്ലാം കഴിഞ്ഞ് 2:30 കൃത്യം ഞാൻ എന്താ റൂമിലേക്ക് എത്തിയപ്പോൾ ചെക്കത ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റിക്കണ് ഗൈസ്. എടാ ഉറങ്ങിക്കോ, തിരിഞ്ഞു മരണം കിടക്കാതെ. ചേച്ചിയല്ല അമ്മ. അമ്മ പറഞ്ഞ അമ്മ പറയും. ചേല അമ്മ 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 അമ്മ. അമ്മ പറയും അമ്മ. ഗൈസ്, ഇനി നമ്മളെ പണി എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അന്ന് വരുന്നു, അന്നോട് ഭക്ഷണം കൊടുക്കണോ, കുഞ്ഞാഴ്ച എപ്പോഴേക്കും എന്തെല്ലാം വരകി കൊടുക്കണം. വേറെ പണിയൊന്നുമില്ല, ഫ്രീ ആണ്. ഗൈസ്, ഞങ്ങൾ പുറത്തെ കാഴ്ചകളാണ്. ഗൈസ്, നമ്മൾ അംഗനവാടിക്ക് പോട്ടെ അന്നനെ വിളിക്കാൻ. ആ കാണുന്ന യെല്ലോ ബിൽഡിംഗ് ആട്ടോ നമ്മുടെ അംഗനവാടി. ഡയറക്റ്റ് വഴിയില്ല, പക്ഷെ നമ്മളെ വളഞ്ഞ് മൂക്കുടിക്കുകയാണേ. ജസ്റ്റ് ഈ പറമ്പൊന്ന് ചാടിക്കിടന്ന അംഗനവാടിയാണ്. പക്ഷെ എല്ലാവരും മധുരം കിട്ടിയപ്പോൾ നമുക്ക് സ്ഥലമില്ല ഗൈസ്. നമ്മൾ വളഞ്ഞ് പൊളഞ്ഞ് പോകണം. ഇടുവാ ടീച്ചറോട് പറയും ഇതിനെ എടുത്തിട്ടാ. അല്ലെങ്കിലേ അന്നൊരു ഒക്കത്ത് കയറി കേട്ടോ. ഇപ്പൊ നടത്താനും വയ്യാത്ത അവസ്ഥ. വെള്ളപ്പൊക്കമായിട്ട് നമുക്ക് നടത്താനും വയ്യോളെ അല്ലേ. അച്ഛൻ്റെ കുളം. യെസ്. മോളെ സോഫ്റ്റ്വെയർ ഇരിക്കുക, ഞങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. കണ്ണ് അടച്ചാളാ. കണ്ണറിഞ്ഞു കണ്ടിരുന്ന ഇട്ടായോ? അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് കൂടെ ഞാനും കഴിച്ച് നേരെ ഞങ്ങൾ സിറ്റ് ഔട്ട് പോയിരിക്കും കേട്ടോ, വിവേകിനെയും കാത്തിട്ട്. ഇപ്പോൾ 7:30 8 മണിയാകുമ്പോൾ വിവേക് എത്തും. അപ്പോൾ എന്താ ഞങ്ങൾ ഒരു ഡേ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത്രയുള്ള കഴിച്ച് മിസ്സാനി. ബായ്.